മലപ്പുറത്ത് നവവധുവിനെ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ചെന്ന് പരാതി. വേങ്ങര സ്വദേശി മുഹമ്മദ് ഫായിസിനെതിരെയാണ് പരാതി ഉയർന്നത്. മർദ്ദനത്തിൽ പെൺകുട്ടിയുടെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും പ്രതികളെ പോലീസ് പിടികൂടുന്നില്ലെന്ന ആക്ഷേപവും കുടുംബത്തിനുണ്ട്. 2024 മെയ് 2-നാണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞത്. ഞാൻ അത് കഴിഞ്ഞ് മെയ് 20 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ. 22-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് പോകുകയും ചെയ്തു. 13-ാം തീയതി എന്നെ അടിച്ചതാണ്. തുടർന്ന് അടിച്ച് 3 ദിവസം എന്നെ അടിച്ച്. പിന്നെ അവന് അടി നിർത്തി. പിന്നെ വീട്ടിലാരെന്നുള്ള പ്രശ്നം വന്നപ്പോൾ ഓന് പേടിയായി തുടങ്ങി. പിന്നെ എൻ്റെ ചെവിൻ്റെ കേൾവിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഓന് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇതാക്കി. വിവാഹം കഴിഞ്ഞ് 6-ാം നാൾ തുടങ്ങിയതാണ് മർദ്ദനം. മൊബൈൽ ഫോൺ ചാർജർ കേബിൾ കൊണ്ടും കൈകൊണ്ടും മുഹമ്മദ് ഫായിസ് തല്ലാറുണ്ടെന്ന് പെൺകുട്ടിയുടെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചു. കൈക്ക് പൊട്ടലുണ്ട്. ശരീരമാസകലം മുറിപ്പാടുകൾ കാണാം. കിടപ്പുമുറിയിലും ശുചിമുറിയിലും വെച്ചാണ് മർദ്ദിച്ചതെന്ന് പെൺകുട്ടി. ലൈംഗിക വൈകൃതത്തിനും ഇരയാക്കിയിട്ടുണ്ടെന്ന് പരാതി. മുഹമ്മദ് ഫായിസിനെ 1-ാം പ്രതിയും ഇയാളുടെ മാതാവ് സീനത്തിനെ 2-ാം പ്രതിയുമാക്കി മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 1 മാസം പിന്നിട്ടിട്ടും പോലീസ് അറസ്റ്റിലേക്ക് കടക്കുന്നില്ലെന്നാണ് ആരോപണം. ഇവിടെ വീട്ടിൽ വന്ന് 23-ാം തീയതി പോയിട്ട് ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല അവർക്കെതിരായിട്ട്. 23-ാം തീയതി മലപ്പുറം വനിതാ സെല്ലിലാണ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് DYSPനെ കണ്ടു. പിന്നെ SP സാറിനെ കണ്ട്. എല്ലായിടത്തും കൊടുത്തിരിക്കണം. പക്ഷേ ഇതുവരെ അവർക്കെതിരെ ഒന്നും കണ്ടിട്ടില്ല. മുഹമ്മദ് ഫായിസ് വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. സമീർ ബിൻ കരീം, 24 തിരൂർ.